ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറേ എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് വിളിച്ചു. 4-5 പേര് തന്നെ അത് പല തരക്കാരാണ്. എനിക്ക് അടുപ്പമുള്ളവരുണ്ട്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില വക്കീലുമാരുണ്ട്, സിനിമക്കാരുണ്ട്, വിമർശകരുണ്ട്. അവർ വിളിച്ച് പറഞ്ഞൊരു കാര്യം, ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ. അതായത് സജീമോൻ പാറയിൽ കൊടുത്ത പരാതി കോടതി പറഞ്ഞെന്താ, അത് വിവരാവകാശ പ്രകാരമുള്ള റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരാഴ്ചക്കുള്ളിൽ പുറത്ത് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വെറുതെ കൊടുത്തു. ഇനി നിങ്ങളെന്തായിരിക്കും, നിങ്ങളല്ലേ തൊട്ടേനും പിടിച്ചതിനൊക്കെ വലിയ ആക്രമിക്കുന്ന പുള്ളിയാണല്ലോ, നിങ്ങളിനിയിപ്പോൾ എന്താ പറയാൻ പോകുന്നത്? ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് പുറത്ത് വിടുമെന്നോ അന്വേഷിക്കുമെന്നോ തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞപ്പോൾ ഞങ്ങളിത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്നിപ്പോൾ മന്ത്രിസഭ അഭിപ്രായം ഇത് പുറത്തു വിടാൻ തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിനൊക്കെ മന്ത്രിസഭ കൂടേണ്ട ആവശ്യമുണ്ടോ? മന്ത്രിസഭ കൂടിയാലും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമല്ലേ നടപ്പിലാക്കുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനം എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞു, ഞങ്ങളങ്ങനെ വിവാദങ്ങളിലേക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രിയോട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും ഈ ഒരു റിപ്പോർട്ടിനെക്കുറിച്ച്, നിയമവശത്തിനെക്കുറിച്ച് സത്യസന്ധമായൊരു കാര്യം പറയുക എന്നുള്ളതാണ്. ഒന്നാമത് ഈ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് ഇത്ര വലിയ പ്രശ്നമല്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. കാരണം ഇതിപ്പോൾ ആറ് വർഷം ഏകദേശം, അതായത് നടി പീഡനവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ, അതായത് സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് വന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ മുമ്പ് ഉണ്ടായിട്ടില്ലേ പ്രൊട്ടക്ഷൻ? ഉണ്ടായിട്ട് വെച്ചാൽ അതിൻ്റെ വിവാദങ്ങളിലേക്കല്ല പോകുന്നത്. എന്തായാലും നടി പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഉണ്ടായത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ 3 പേരേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരാൾ ജസ്റ്റിസ് ഹേമ, രണ്ടാമത് IAS KB വത്സലകുമാരി, 3 ഉർവശി ശാരദ. ഉർവശി ശാരദ എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് അവർ ബഹുഭാഷകളിൽ നടിയായിരുന്നു. 3 പ്രാവശ്യം ഉർവശി അവാർഡ് നേടിയ നടിയാണ്, മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല അവർ മുമ്പ് MP ആയിരുന്നു, രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതെല്ലാം കൊണ്ടുമാണ് ഈ ശാരദയെ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ 6 മാസത്തിന് ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗവൺമെൻറ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്കൊരു 1.5 വർഷം കഴിഞ്ഞിട്ടേ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ 1.5 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ച ഏകദേശം കോടികളാണ് അതിന് ചിലവാക്കിയെന്ന് ആലോചിക്കണം. ആ കോടികൾ ചിലവാക്കി 1.5 വർഷം കഴിഞ്ഞ് സമർപ്പിച്ച റിപ്പോർട്ട് എന്ത് ചെയ്യണം? 6 വർഷം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാർ 4.5 വർഷമായിട്ടും അതിൻ്റെ അന്വേഷണം നടത്താനോ അതിലെന്താണ് ചോദിക്കാനോ സത്യാവസ്ഥ പറയാനോ ഒന്നും ചെയ്തിട്ടില്ല. ഈ 4.5 വർഷം ഫ്രീസറിൽ വെച്ചതിന് ശേഷം വിവരാവകാശ കമ്മീഷനിൽ പരാതി പോയപ്പോൾ വിവരാവകാശ കമ്മീഷനാണ് പറഞ്ഞത് ആ റിപ്പോർട്ട് പുറത്ത് വിടണം. റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് പറഞ്ഞാൽ അതിൽ ചില വശങ്ങളുണ്ട്. അതായത് സ്വകാര്യതയെ മാനിക്കുന്ന ചിലതെല്ലാം മാറ്റി നിർത്തി പുറത്ത് വിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഞങ്ങളടക്കം ചോദിച്ചിട്ട് നിങ്ങൾ ചോദിക്കും, സ്വകാര്യതയെ മാനിക്കുക വെച്ചാൽ ഈ നടികളുടെ സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളോ പറഞ്ഞ കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കാനാണോ? അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഉള്ള രഹസ്യങ്ങൾ പുറത്ത് വിടാതിരിക്കാനാണോ എന്ന് ചോദിക്കാം. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് തന്നെ പോകുന്നതിന് നമ്മളൊരു കാര്യം ഇതൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വേറൊരു കാര്യത്തിൽ പോവുക, ഇവിടെ കുറേ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്, കുറേ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ വയനാട്ടിൽ നടന്ന ഇത്രയും വലിയ ദുരന്തമുണ്ട്. ഈ ദുരന്തം മുൻപും പല ഭാഗത്തും ഉണ്ടായപ്പോൾ, സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ടം, ഈ പശ്ചിമഘട്ടത്തിന് പോറലേൽപ്പിക്കുന്ന തരത്തിലൊന്നും നടക്കാൻ പാടില്ല. ആ പശ്ചിമഘട്ടത്തെ പോറലേൽപ്പിച്ചത് കൊണ്ടാണ് അവിടെ റിസോർട്ടുകൾ വന്നുകൊണ്ടാണ് മറ്റതും മറിച്ചുകൊണ്ടാണ്. മാത്രമല്ല അവിടെ മണ്ണും പാറയും എടുക്കുമ്പോൾ മല ഇടിഞ്ഞു വീഴാൻ സംവിധാനം ഉണ്ടായിരിക്കുന്നു. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അന്വേഷണ കമ്മീഷനെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചത്. അത് മാധവ് ഗാഡ്ഗിലിനെ തിരുവിച്ച് അങ്ങനെ മാധവ് ഗാഡ്ഗിൽ അടക്കമുള്ള 11 പേരടങ്ങിയ പേര് ഇത് അന്വേഷിച്ചു വെച്ചാൽ അവർ 1 വർഷം കൊണ്ടാണെന്ന് ആലോചിക്കണം. 1 വർഷം കൊണ്ട് അന്വേഷിച്ച് കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാലോചിക്കണം. ഈ റിപ്പോർട്ട് സമർപ്പിച്ചോ തൊടാൻ പറ്റില്ല. കാരണം ഈ കമ്മീഷനുകൾ വന്നുകൊണ്ടിരിക്കും.
കമ്മീഷനുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അത് സർക്കാരിനെ ബാധിക്കും, സർക്കാരിൻ്റെ കൂടെയുള്ളവരെ ബാധിക്കും, വമ്പൻ തോക്കുകളെ ബാധിക്കും. സാധാരണക്കാർക്ക് എന്തു പറ്റിയെന്നുള്ളതല്ല. അതായത് സർക്കാരുകളെ മറച്ചിടാവുന്ന സംവിധാനങ്ങൾ, സർക്കാരുകൾക്ക് വേണ്ടപ്പെട്ടവരെ തൊടാതിരിക്കാൻ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ചു, പുറത്ത് വിട്ടില്ല. അപ്പം പിന്നെന്ത് ചെയ്യണം? ഇത് പറഞ്ഞിരിക്കുന്നത് വൺ സൈഡാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതെന്ന് ആരോപണമുണ്ടായപ്പോൾ ഒരു കസ്തൂരി രംഗനെ വീണ്ടും വെച്ചു. കസ്തൂരി രംഗനാകുമ്പോൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ചില വിഴുങ്ങുക എന്ന് പറയില്ലേ, ചില ഭാഗങ്ങൾ വിഴുങ്ങിക്കൊണ്ട്, അതായത് ഒരു മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കസ്തൂരി രംഗം സമർപ്പിച്ചത്. എന്നാൽ ആ റിപ്പോർട്ടും പുറത്തുവിടാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ആ 2 റിപ്പോർട്ടുകളും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ആ 2 റിപ്പോർട്ടുകളും വെളിച്ചം കണ്ട് നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ദുരന്തം ആവർത്തിക്കുമായിരുന്നില്ല എന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം പേര്, പരിസ്ഥിതിവാദികളടക്കമുള്ളവർ എത്തിച്ചേർന്നായിരിക്കണം. ഇത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള നിരവധി കമ്മീഷനുകളിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിലൊരു കമ്മീഷനാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്ന സിനിമാ രംഗത്തെ തൊഴിലിടങ്ങൾ നീതി ലഭിക്കുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണം ഉണ്ടാവാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ നിന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു കമ്മീഷനെയാണ് ജസ്റ്റിസ് കമ്മയെ വെച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഇതൊന്നും കാരണം ഞെട്ടിപ്പോയി. കാരണം ഇതിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മാന്യ വ്യക്തികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആലോചിക്കണം. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ പുറത്ത് വിടുകയോ, അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്ത് അങ്ങനെ വിടാൻ പാടില്ല. കാര്യം ഒരു വൺ സൈഡാണെന്ന് ആലോചിക്കണം. മാത്രമല്ല ഇതിൽ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കാരെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും, ആരൊക്കെയാണെന്ന് പറയാൻ പറ്റും. അവിടെയും തൊടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ VIP-കളാണെന്ന് ആലോചിക്കണം. നമ്മൾ മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ചക്കരക്കുടമാണെന്ന് ആലോചിക്കണം. ചക്കരക്കുടം നശിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അതിന് ഇന്ന ഗവൺമെൻറ് ഒന്നുമില്ല. അത് LDF എന്നില്ല, UDF എന്നില്ല, ഇനി BJP ഗവൺമെൻറ്, ഒരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് വന്നാലും ഈ സിനിമാക്കാരെ തൊടാനോ VIP-കളെ തൊടാനോ അറയ്ക്കുമെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ മന്ത്രിസഭ പുതിയ തീരുമാനമെടുത്താലും എങ്ങനെയാണെന്ന് ആലോചിക്കണം. 64 പേജ്, ഇതിന്ന് 64 പേജുകൾ ഒഴിവാക്കണമെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ 64 പേജുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും രോഗിയെ കൊണ്ടുവരുമ്പോൾ അയാളുടെ കണ്ണെടുത്തു, കിഡ്നി എടുത്തു, വായെടുത്തു, കരളെടുത്തു, അങ്ങനെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് മാറ്റിയ ശേഷം പുറത്ത് കൊണ്ടുവരും തുല്യമല്ലേ എന്ന് ചോദിക്കാം. അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് ആലോചിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രിസഭ എന്ത് തീരുമാനമെടുത്താലും ഇതിന് സത്യസന്ധമായൊരു അന്വേഷണം ഉണ്ടാവുകയില്ല. അത് ഉറപ്പാണ്. കാരണം ഈ ഉറപ്പെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ LDF മാറി ഇനിയിപ്പോൾ UDF വന്നു വെച്ചാൽ അവരും തൊടില്ല. ഇനി എല്ലാം കൂടി വന്ന് BJP കൊണ്ട് ആരും തൊടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോടിക്കണക്കിന് ചെലവ് കഴിച്ചുകൊണ്ട് ഇവിടെ കുറേ കമ്മീഷനുകൾ വരുമായിരിക്കാം. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. ഈ 3 പേര്, സത്യത്തിൽ 3 പേര് ആരിൽ ഒരാളെങ്കിലും വിചാരിച്ചാൽ രഹസ്യമായിട്ട് മനസ്സാക്ഷിക്കുണ്ടെങ്കിൽ, അവർക്ക് സത്യസന്ധരാണെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങൾ അവർക്ക് വിശ്വാസമുള്ളവരോട് എങ്കിലും തുറന്ന് ഒരു കുമ്പസാരം നടത്തുമ്പോൾ ഒരു കുമ്പസാരമെങ്കിലും നടത്താൻ ആരെങ്കിലും തയ്യാറായാൽ അത്രയും നല്ലത്.